മെക്സിക്കോയുടെ ശാന്തമായ പ്രാന്തങ്ങളിലൊന്നിൽ ഒരു കൊച്ചു വീട് സങ്കല്പിക്കുക. അതിനുള്ളിലെ സാധാരണ കെട്ടിലും മട്ടിലും തന്നെയുള്ള ഒരു വായനാമുറി. ആ മുറിക്കുള്ളിൽ ഒരു കൊളംബിയൻ നോവലിസ്റ്റ് തൻ്റെ 4ാമത്തെ നോവലിൻ്റെ ഈറ്റുനോവലാണ്. അറിയപ്പെടുന്നൊരു പ്രസാധകനുമായിട്ട് കരാറൊക്കെ ഒപ്പിട്ടുവെങ്കിലും എഴുത്തുപണി മാത്രം ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങോട്ട് പുരോഗമിക്കുന്നുണ്ടായിരുന്നില്ല. ടൈപ്പ് ചെയ്ത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ കടലാസുകൾ കൊണ്ട് ആ കുഞ്ഞുമുറി നിറഞ്ഞു. തൻ്റെ നെഞ്ചിനുള്ളിൽ കിടന്ന് തുളുമ്പിക്കൊണ്ടിരിക്കുന്ന സാഹിത്യത്തെ ടൈപ്പ് റൈറ്ററിലൂടെ കടലാസിലേക്ക് പകർത്താനുള്ള അയാളുടെ ശ്രമങ്ങൾ വിഫലമായിക്കൊണ്ടിരുന്നു. ഇതിങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയപ്പോൾ മനസ്സുമടുത്ത് ഒടുവിൽ നോവലിസ്റ്റ് ഒരു തീരുമാനമെടുത്തു. എഴുത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കാം. കുടുംബത്തോടൊപ്പം അക്കാപ്പുൽക്കോയിലെ ഒരു ബീച്ച് റിസോർട്ടിൽ ചെന്ന് അവിടെ കുറച്ച് ദിവസം ചെലവിടാം. ഒന്ന് റിലാക്സ് ചെയ്ത് മടങ്ങിയെത്തുമ്പോഴേക്കും ചിലപ്പോൾ എഴുതാനുള്ള മൂഡ് തിരികെ വന്നേക്കാം. അങ്ങനെ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സ്വന്തം ഓപ്പൽ കാറിൽ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ നോവലിലെ ആദ്യത്തെ വരി അയാളുടെ മനസ്സിലേക്ക് ഒരു മിന്നൽ പിണര് പോലെ കടന്നു വരുന്നത്. Many years later, as he faced the firing squad, Colonel Aureliano Buendia was to remember that distant afternoon when his father took him to discover ice. വളരെ വർഷങ്ങൾക്ക് ശേഷം ഫയറിംഗ് സ്ക്വാഡിനെ നേരിടുമ്പോൾ മുമ്പ് ഒരു വിദൂര സായാഹ്നത്തിൽ മഞ്ഞുകട്ട കാണാൻ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയ കാര്യം കേണൽ ഒറിലിയാനോ ബുവന്തിയ ഓർമ്മിച്ചു. ഒരു കൊച്ചു ഗ്രാമത്തിൽ അധിവസിക്കുന്ന വലിയൊരു കൂട്ടുകുടുംബത്തിൻ്റെ കഥ. അത് അയാൾക്ക് ആ നിമിഷം എഴുതി തുടങ്ങിയേ പറ്റൂ എന്നായി. ബ്രേക്കിൽ ആഞ്ഞ് കാലമർത്തി ചവിട്ടി വണ്ടി യൂട്ടേൺ എടുത്ത് ആ നിമിഷം അവധി റദ്ദാക്കി തിരികെ പോന്നു അയാൾ. തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തുന്ന ആ എഴുത്തുകാരൻ തൻ്റെ വായനാമുറിയിലെ ടൈപ്പ് റൈറ്ററിന് മുന്നിൽ ധ്യാനനിരതനായിട്ട് ചെന്നിരിക്കുന്നു. അടുത്ത 18 മാസക്കാലത്തേക്ക് പിന്നീട് അയാൾ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റതേയില്ല. കുത്തിയിരുന്ന് ഒരൊറ്റ എഴുത്തെഴുതി. ആ മുറിക്കുള്ളിൽ നോവലിസ്റ്റ് തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഏകാന്തതയുടെ സൗന്ദര്യം അറിഞ്ഞു. അതിനെ അയാൾ തൻ്റെ ടൈപ്പ് റൈറ്ററിലൂടെ കടലാസുകളിലേക്ക് പകർത്തിക്കൊണ്ടേയിരുന്നു. സിഗരറ്റ് പാക്കറ്റുകൾ വർക്കിംഗ് ടേബിളിൽ തങ്ങളുടെ ഊഴം കാത്ത് വിശ്രമിച്ചു. ദിവസവും 60 സിഗരറ്റ് എന്നതായിരുന്നു അയാളുടെ കണക്ക്. കൈകൾ ടൈപ്പ് റൈറ്ററിൽ താളം പിടിക്കുമ്പോൾ അതിന് LP റെക്കോർഡ് പ്ലെയറിലെ പതിഞ്ഞ സംഗീതം പശ്ചാത്തലമൊരുക്കി. ആ മുറിക്ക് പുറത്ത് കാലം 60കളുടെ അവസാനത്തോടടുത്തിരുന്നുവെങ്കിൽ മുറിക്കുള്ളിൽ അയാൾ പടർത്തി നിർത്തിയിരുന്നത് 19ാം നൂറ്റാണ്ടിലെ മക്കോണ്ടോ എന്ന സാങ്കല്പിക ഭൂമികയായിരുന്നു. മക്കോണ്ടോയിലെ ജനങ്ങൾക്കുമേൽ അയാൾ നിദ്രാവിഹീനതയുടെ മഹാമാരി വിതച്ചു. മഞ്ഞ ചിത്രശലഭങ്ങളുടെ സംഘത്തെ തുറന്നുവിട്ടു. ആഭ്യന്തര യുദ്ധത്തിൻ്റെയും കൊളോണിയലിസത്തിൻ്റെയും നടുവിലൂടെ ജനങ്ങളെ അയാൾ തേരാപ്പാര നടത്തിച്ചു. മക്കോണ്ടോ നിവാസികളുടെ കിടപ്പറകളിൽ കടന്നു കയറി അയാൾ അവിടെ നടക്കുന്ന രതിലീലകളുടെ രോമാഞ്ചം പകരുന്ന വർണ്ണനകൾ നടത്തി. മാസങ്ങൾ കഴിയുന്തോറും ടൈപ്പ് ചെയ്ത കടലാസുകൾ കൂമ്പാരമായി തുടങ്ങി. കഥ സങ്കീർണമാകാൻ തുടങ്ങിയപ്പോൾ തനിക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി അയാൾ ചുവരിൽ ബുവന്തിയ കുടുംബത്തിൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ചുള്ള ഒരു ചാർട്ട് തന്നെ വരച്ചു തൂക്കി. ഭർത്താവ് ഭ്രാന്തമായി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ കുടുംബം പുലർത്തി. എഴുതുന്നതിനിടയ്ക്ക് ഭർത്താവിനെ സേവിക്കാൻ അവർ അലമാരയിൽ അയാളുടെ ഇഷ്ട സ്കോച്ച് നിറച്ചു വെച്ചു. അയാൾക്ക് വിശന്നപ്പോഴൊക്കെ അവർ സ്വാദിഷ്ടമായിട്ടുള്ള സ്റ്റേക്ക് വിളമ്പി നൽകി. കടക്കാർ അയാളെ ശല്യം ചെയ്യാതെ സൂക്ഷിച്ചു. വീട്ടിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അപ്പോഴേക്കും ഒന്നൊന്നായി അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ടെലിഫോൺ, റേഡിയോ, ഫ്രിഡ്ജ്, പണ്ടങ്ങൾ. ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതായ ഒരു ദിവസം അവർ കുടുംബത്തിന്റെ പ്രിയപ്പെട്ട 62 മോഡൽ ഓപ്പൽ കാറും വിറ്റുതുലച്ചു. ഈ വിഖ്യാത നോവൽ പൂർത്തിയാകാനെടുത്ത 18 മാസക്കാലം കൊണ്ട് നോവലിസ്റ്റ് പുകച്ചു തള്ളിയിട്ടുള്ളത് 30,000 സിഗരറ്റുകളാണ്. ഈ എഴുത്തുകാലം ആ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുത്തത് അന്നത്തെ $10,000 സാമ്പത്തിക ബാധ്യതയും. ഒടുവിൽ നീണ്ട 18 മാസങ്ങൾക്ക് ശേഷം ആ നോവലിൻ്റെ ടൈപ്പ് ചെയ്ത ആദ്യത്തെ പ്രതി തയ്യാറായി. അതുമായി 1966 ഓഗസ്റ്റ് 1 ദമ്പതികൾ മെക്സിക്കോ സിറ്റിയിലെ തപാൽ ആഫീസിലേക്ക് പോയി. സാധാരണ കടലാസിൽ ഇരട്ടവരെ വിട്ട് ടൈപ്പ് ചെയ്ത ആ നോവലിൻ്റെ 590 പേജ് വരുന്ന പണിതീർത്ത പൊതി ബ്യൂണസ് ഐറിസിലെ പ്രസിദ്ധ പ്രസാധക സ്ഥാപനമായ എഡിറ്റോറിയൽ സുഡാമെരിക്കാനോയുടെ ലിറ്റററി ഡയറക്ടർ ഫ്രാൻസിസ്കോ പോറുവായ്ക്ക് അയക്കാനൊരുങ്ങി. പോസ്റ്റ് ഓഫീസിലെ ഗുമസ്തൻ ആ പാക്കേജ് ത്രാസിൽ വെച്ച് തൂക്കം നോക്കി മനക്കണക്ക് കൂട്ടി പറഞ്ഞു 82 പെസോ വരും. അയാളുടെ ഭാര്യ പേഴ്സിൽ ബാക്കിയുള്ള നോട്ടുകളും ചില്ലറയും ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തി യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. 53 പെസോയെ ഇപ്പോൾ കയ്യിലുള്ളൂ. അവർ രണ്ടുപേരും ചേർന്ന് ആ പാക്കേജ് തുറന്ന് പകുതിയാക്കി. അത് ഒരു ഭാഗം ബ്യൂണസ് ഐറിസിലേക്ക് അയച്ചു വിട്ടു. ബാക്കി ഭാഗം അയക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടുമെന്ന ആലോചന പോലും അപ്പോൾ അവരുടെ മനസ്സിൽ ഉദിച്ചതേയില്ല. അവർ ആദ്യ പകുതിയല്ല 2ാം പകുതിയാണ് അയച്ചു കൊടുത്തിരിക്കുന്നത് എന്നുപോലും അയച്ച ശേഷമാണ് അവർക്ക് മനസ്സിലായതും. എന്തായാലും ബാക്കി ഭാഗം അയക്കാനുള്ള പൈസ അവർ സംഘടിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യ ഭാഗം വായിക്കാനുള്ള ആകാംക്ഷയുടെ പുറത്ത് പാക്കോ പെറുവ പൈസ അയച്ചു കൊടുക്കുന്നു.
അങ്ങനെ ആദ്യത്തെ പകുതി കൂടി ഒരല്പം വൈകിയാണെങ്കിലും പ്രസാധകർക്ക് അയച്ചു കിട്ടുന്നു. തുടർന്ന് 1967 മെയ് മാസത്തിൽ അച്ചടി പശു പുരണ്ട ആ നോവൽ പുസ്തകശാലകളിൽ എത്തിയതും ബമ്പർ ഹിറ്റായി. എല്ലാത്തരം വായനക്കാരും ആ അപൂർവ സുന്ദര നോവൽ കുത്തിയിരുന്നു വായിച്ചു. ഈ ഒരു നോവലിൽ പ്രകൃതി നിയമങ്ങളെ കലകൊണ്ട് അട്ടിമറിച്ച് ഇയാൾ നടത്തിയ വിനോദത്തെ വായനക്കാർ പിന്നീട് മാജിക്കൽ റിയലിസം എന്ന് വിളിച്ചു. ജനം നോവലിലെ വരികൾ ഓർത്തോർത്തെടുത്ത് പ്രണയിച്ചു. കൂലിത്തൊഴിലാളികൾ, പ്രൊഫസർമാർ, വീട്ടുവേലക്കാരികൾ, തെരുവ് വേശ്യകൾ എല്ലാവരും ആ നോവലിനെ ഇഷ്ടപ്പെട്ടു. സുന്ദരികളായ നിരവധി തരുണീമണികൾ ആ നോവലിസ്റ്റിനു മുന്നിൽ സ്വന്തം നഗ്ന ഫോട്ടോകളും എന്തിന് ശരീരങ്ങൾ തന്നെയും സമർപ്പിക്കുകയുണ്ടായി. ഈ എഴുത്തുകാരൻ്റെ പേര് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ്. നോവലിൻ്റെ പേര് ഏകാന്തതയുടെ 100 വർഷങ്ങൾ. 100 Years of Solitude എന്ന പേരിൽ ഗ്രിഗറി റബാസ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഈ കൃതി ലോകമെമ്പാടുമായി വിറ്റഴിഞ്ഞിട്ടുള്ളത് 5 കോടിയിലധികം പ്രതികളാണ്. മയക്കുമരുന്ന് മാഫിയകൾ കൊടികുത്തി വാണിരുന്ന കൊളംബിയയിൽ പിറന്നുവീണ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എന്ന അതുല്യനായ എഴുത്തുകാരൻ ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ മനസ്സിലൂടെ നടത്തിയ സ്വപ്ന സഞ്ചാരങ്ങളുടെ കഥ. മാർക്കേസിന്റെ കഥയും കഥാപാത്രങ്ങളും ഈ ലോകത്തെ സാധാരണക്കാരുടെ ജീവിതങ്ങളിൽ ചെലുത്തിയിട്ടുള്ള അസാമാന്യ സ്വാധീനങ്ങളുടെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. കൊളംബിയ കരീബിയൻ കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് കൊളംബിയ. ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ബ്രസീലും അർജന്റീനയും പെറുവും കഴിഞ്ഞാൽ 4ാമത്തെ ഏറ്റവും വലിയ രാജ്യം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ബ്രസീലിനും മെക്സിക്കോയ്ക്കും പിന്നിൽ ജനസംഖ്യയിൽ 3ാമതാണ് കൊളംബിയ. ദക്ഷിണ അമേരിക്കയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്ത് മെസ്റ്റിസോ വംശജരാണ് പാതിയിലേറെയും. 5-1 യൂറോപ്യന്മാരാണ്. മ്യുലറ്റോ എന്ന കറുപ്പും വെളുപ്പും കലർന്ന സങ്കരവർഗ്ഗക്കാർ, കറുത്തുവർഗ്ഗക്കാർ, അമേരിക്കൻ ഇന്ത്യൻ വംശജർ എന്നിവരും ഇവിടെയുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മരതകം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ദക്ഷിണ അമേരിക്കയിൽ ഏറ്റവും അധികം സ്വർണ്ണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്നൊക്കെ പറയാമെങ്കിലും മയക്കുമരുന്നിന്റെ പേരിലാണ് കൊളംബിയയുടെ കുപ്രസിദ്ധി അത്രയും. കറുപ്പ് വിളയുന്ന ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് ഈ രാജ്യം. മയക്കുമരുന്നാണ് പലപ്പോഴും ഇവിടുത്തെ ഭരണം തന്നെയും നിയന്ത്രിക്കുന്നത്. 16ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് കൊളംബിയ സ്പാനിഷ് കോളനി ഭരണത്തിന് കീഴിലാവുന്നത്. ഏതാണ്ട് അതേ കാലത്താണ് കൊളംബസ് അമേരിക്കയും കണ്ടുപിടിക്കുന്നത്. നൂറ്റാണ്ടുകൾ നീണ്ടുപോയ അടിമത്തം ഭാഗികമായിട്ടെങ്കിലും കൊളംബിയ കുടഞ്ഞു കളയുന്നത് 1810-ലാണ്. 1819 സൈമൺ ബൊളിവാറിന്റെ നേതൃത്വത്തിൽ കൊളംബിയ പിന്നീട് സമ്പൂർണ്ണ സ്വാതന്ത്ര്യവും നേടുന്നുണ്ട്. കൊളംബിയ എന്ന രാജ്യം പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ 1885 നിലവിൽ വന്ന ഡിപ്പാർട്ട്മെന്റാണ് മഗ്ദലേന ഡിപ്പാർട്ട്മെന്റ്. അവിടുത്തെ ഒരു ചെറു പ്രദേശമാണ് അറാക്കറ്റാക്ക. 1000 Day വാറിനിടയ്ക്ക് പലായനം ചെയ്ത നാട്ടുകാർ ആയിടെയാണ് അവിടെ ഒരു പട്ടണം, ഒരു സെറ്റിൽമെന്റ് സ്ഥാപിക്കുന്നത്. അതിലൂടെ ഒഴുകിയിരുന്ന അരാ നദിയുടെ പേരും ആ പട്ടണം സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത നേതാവിൻ്റെ കറ്റാക്ക എന്ന പേരും ചേർത്തുകൊണ്ട് സ്ഥലത്തിന് അറാക്കറ്റാക്ക എന്ന് പേരിടുകയായിരുന്നു. മാർക്കേസ് ജനിച്ചു വീഴുന്നത് ഈ അറാക്കറ്റാക്കയിലാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ കൃതികളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ നിരവധി ഗ്രന്ഥങ്ങൾ പല ഭാഷകളായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഈ ലക്കത്തിനു വേണ്ടി മുഖ്യമായിട്ടും ആശ്രയിച്ചിട്ടുള്ളത് മലയാളത്തിൽ പ്രൊഫസർ RVM ദിവാകരൻ എഴുതിയിട്ടുള്ള പ്രിയപ്പെട്ട ഗാബോ, പ്രൊഫസർ K ജീവൻകുമാർ എഴുതിയിട്ടുള്ള മാർക്യൂസ് വായന, ജീവിത പുസ്തകവും പുസ്തക ജീവിതവും, മാങ്ങാട് രത്നാകരൻ എഴുതിയ എൻ്റെ മാർക്കേസ് ജീവിതം, S ജയചന്ദ്രൻ നായർ എഴുതിയ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് ജീവിതവും എഴുത്തും, അതുപോലെ ഇംഗ്ലീഷിൽ ജെറാൾഡ് മാർട്ടിൻ എഴുതിയ ദി കേംബ്രിഡ്ജ് ഇൻട്രഡക്ഷൻ ടു ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്, അതുപോലെ സിൽവാന പട്ടനസ്റ്റോ എഴുതിയ സോളിറ്റ്യൂഡ് ആൻഡ് കമ്പാനിയൻ, ഡേവിഡ് സ്ട്രേറ്റ്ഫീൽഡ് എഴുതിയ ദി ലാസ്റ്റ് ഇന്റർവ്യൂ ഓഫ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് ആൻഡ് അതർ കോൺവെർസേഷൻ എന്നീ പുസ്തകങ്ങളെയാണ്. ഇനി അങ്ങോട്ട് പറയുന്ന മിക്ക കാര്യങ്ങളും ഈ പുസ്തകങ്ങളിൽ നിന്നായിട്ട് ഉദ്ധരിച്ചതാണ്. മക്കോണ്ടോ സ്ഥാപകനെ പോലെ നഗരം സ്ഥാപിച്ച വംശാധിപതി ഒന്നും ആയിരുന്നില്ല എങ്കിലും മാർക്കേസിന്റെ മുത്തച്ഛൻ്റെ അച്ഛൻ, അതായത് മുതുമുത്തച്ഛൻ നിക്കോളാസ് ഡെൽ കാർമെൻ മാർക്കേസ് പണ്ട് കാസിലയിൽ നിന്ന് റിയോഹച്ച എന്ന കൊളംബിയൻ പ്രദേശത്തേക്ക് വന്ന ഒരാളായിരുന്നു. ചെല്ലുന്നിടത്തെല്ലാം അയാൾക്ക് അവിഹിത ബന്ധങ്ങളുണ്ടായിരുന്നു. പല ബന്ധങ്ങളിലായി ഡസൻ കണക്കിന് കുട്ടികളും ഉണ്ടായിരുന്നു. അക്കാലത്ത് കടൽക്കൊള്ളക്കാരുടെയും കള്ളക്കടത്തുകാരുടെയും ഒക്കെ വിളഭൂമിയായിരുന്ന റിയോഹച്ചോയിൽ അക്ഷരാർത്ഥത്തിൽ ഈ മുതുമുത്തച്ഛൻ പൂണ്ടു വിളയാടി നടന്നു. മാർക്കേസിന്റെ മുത്തച്ഛനും പോയിടത്തൊക്കെയും മക്കളുണ്ടായിരുന്നു. ഈ മുത്തച്ഛന്റെ വീരകൃത്യങ്ങളാണ് മാർക്കേസിന്റെ പല കൃതികളിലും പിന്നീട് വരുന്നത്. ഈ മുത്തച്ഛനും അദ്ദേഹത്തിന്റെ അച്ഛൻ വഴിക്ക് അർദ്ധ സഹോദരിയായിരുന്ന ഭാര്യ ട്രാൻക്വിലിന ഇഗ്വരൻ കോട്ടസിനും ജനിച്ച ഇളയ മകൾ ലൂയിസ സാന്റിയാഗോ മാർക്കേസ് ആണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അമ്മ. 1927 മാർച്ച് 6-നാണ് മാർക്കേസ് ജനിക്കുന്നത്. മാർക്കേസിന്റെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ അകാലത്തിൽ പെയ്ത ഒരു കനത്ത മഴ സമയത്താണ് അദ്ദേഹം ജനിക്കുന്നത്. പേറ്റിച്ചിയുടെ കഴിവിനപ്പുറത്തേക്കുള്ള ഒരു സങ്കീർണതയോടെ പൊക്കിൾക്കൊടി കഴുത്തിൽ കുരുങ്ങിക്കൊണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ ജനനം.
അന്ന് അവൻ്റെ അമ്മായി ഫ്രാൻസിസ്ക ഇത് ആൺകുട്ടിയാണ്, പക്ഷേ ഇത് ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്നു എന്ന് അലറി വിളിച്ചുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഓടി വരുന്നു. പുതിയ പിറവി ആഘോഷിക്കാൻ വേണ്ടി കരുതി വെച്ച റമ്മെടുത്ത് ദേഹത്തൊഴിച്ച് തിരുമ്മിയാണ് അന്ന് അവർ ആ ചോരക്കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചെടുക്കുന്നത്. അന്നത്തെ വിശുദ്ധനായ ഒളികാരിയുടെ പേരായിരുന്നു ആ കുഞ്ഞിന് ഇടേണ്ടിയിരുന്നത് എങ്കിലും ദിവസം അറിയാനുള്ള കലണ്ടർ പെട്ടെന്ന് കയ്യെത്തും ദൂരത്തൊന്നും കിട്ടാതിരുന്നത് കൊണ്ട് അപ്പോൾ അവർക്ക് തോന്നിയ പേര് വിളിച്ചു, ഗബ്രിയേൽ. അച്ഛൻ്റെ ഒന്നാം പേരായിരുന്നു അത്. അരാക്കറ്റക്കയുടെ വിശുദ്ധനായിട്ടുള്ള ഹോസെ എന്ന തച്ചൻ്റെ ഓർമ്മയ്ക്ക് ആ പേര് കൂടി ചേർക്കുന്നു. മാമോദീസ സമയത്തേക്ക് കുടുംബ പേരുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ അരക്കറ്റക്കയിലെ നവജാത ശിശുവിൻ്റെ പേര് ഗബ്രിയേൽ ഹോസെ ഗാർസിയ മാർക്കേസ് എന്നായി മാറുന്നു. പിന്നീട് അവൻ ലോകമെങ്ങും അറിയപ്പെട്ടത് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എന്നും. ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ഓടുന്ന തിരക്കിൽ ദമ്പതിമാർക്ക് ആ കുഞ്ഞിനെ ഒപ്പം നിർത്തി വളർത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ കുട്ടി അമ്മയുടെ വീട്ടിൽ വളർന്നു. ഗബ്രിയേൽ എന്നത് ചുരുക്കി ഗാബോ എന്നായിരുന്നു മുത്തശ്ശിയും മുത്തശ്ശനും അവനെ വിളിച്ചിരുന്നത്. കുഞ്ഞു ഗബ്രിയേൽ എന്നർത്ഥം വരുന്ന ഗാബിറ്റോ എന്നതിൻ്റെ ചുരുക്കമായിരുന്നു ഗാബോ. പിൽക്കാലത്ത് ഈ ഒരു ചെല്ലപ്പേരും വിശ്വപ്രസിദ്ധമാവുന്നുണ്ട്. അച്ഛനമ്മമാരുടെ സാമീപ്യവും പരിചരണവും ഒക്കെ നഷ്ടമായി എങ്കിലും ഗാബോയ്ക്ക് മുത്തച്ഛനെയും മുത്തശ്ശിയെയും കിട്ടുന്നു. അവരുടെ കഥകളിലൂടെ വലിയൊരു ലോകം അവന് തുറന്നു കിട്ടുന്നു. ഈ നഷ്ടവും നേട്ടവുമൊക്കെ ഗാബോയുടെ പിൽക്കാല സാഹിത്യ ലോകത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ മാർക്കേസ് തൻ്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ച നഷ്ടങ്ങളും ഒറ്റപ്പെടലും ഏകാന്തതയായും കഥകളുടെ ലോകം വിചിത്ര അനുഭവങ്ങളായിട്ടും പിൽക്കാലത്ത് പുനർജനിക്കുന്നുണ്ട്. വാഴത്തോട്ടങ്ങളും ബനാന കമ്പനികളുമൊക്കെയുള്ള അരക്കറ്റക്കയിലെ ഭൂപ്രകൃതിയാണ് കൊച്ചു ഗാബോയുടെ ആദ്യ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പള്ളിയിൽ കുർബാന കൂടാൻ പോകുന്ന യാത്രകൾ, വാഴത്തോട്ടങ്ങളിലേക്ക് വന്നിരുന്ന അന്യനാട്ടുകാർ, പുത്തൻ പണക്കാർ, ആ മുതലാളിമാരെ ലക്ഷ്യം വെച്ച് വേശ്യകളും കൂട്ടിക്കൊടുപ്പുകാരും അക്കാലത്ത് അരക്കറ്റക്കയിലേക്ക് പ്രവഹിച്ചിരുന്നു. മുതലാളിമാരുടെ മുന്നിൽ നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ, കരീബിയൻ ടാങ്കോ സംഗീതം, പ്രേതങ്ങളോട് സംസാരിക്കുന്ന, പ്രേതങ്ങളുടെ കഥകൾ മാത്രം കേൾപ്പിച്ചിരുന്ന മുത്തശ്ശി എന്നിങ്ങനെ ഗാബോയ്ക്ക് ചുറ്റിലുമുണ്ടായിരുന്ന പലതിൻ്റെയും സ്വാധീനം അവൻ്റെ ബാല്യത്തിലുണ്ടായിരുന്നു. ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് മാർക്കേസിൻ്റെ ആദ്യത്തെ നോവൽ ലീഫ് സ്റ്റോം പിൽക്കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ളത്. 5 വയസ്സുള്ളപ്പോഴാണ് കുഞ്ഞു ഗാബോ ഒരാൾ മരിച്ചു കിടക്കുന്നത് ആദ്യമായി കാണുന്നത്. മരണം പിന്നീട് അങ്ങോട്ട് മാർക്കേസിന്റെ കഥകളിലെ ഒരു നിത്യ സാന്നിധ്യമാണ്. വിശേഷിച്ച് ആദ്യകാലത്തെ ചെറുകഥകളിൽ പലതരം മരണങ്ങൾ കടന്നു വരുന്നുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള മരണങ്ങൾ. ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം ശവക്കച്ച തുന്നിക്കൊണ്ടിരുന്ന ഫ്രാൻസിസ്ക അമ്മായിയെ പറ്റി മാർക്കേസ് എഴുതിയിട്ടുണ്ട്. കച്ച തുന്നിത്തീർത്ത് കട്ടിലിൽ കയറിക്കിടന്ന ഉടനെ തന്നെ ഈ അമ്മായി മരിച്ചുപോയി. പിൽക്കാലത്ത് അദ്ദേഹം ഏകാന്തതയുടെ 100 വർഷങ്ങൾ എഴുതിയപ്പോൾ അതിൽ മക്കോണ്ടോയുടെ സ്ഥാപകനായ ഹോസെ അർക്കദിയോ ബുവന്തിയുടെയും ഉർസുല ഇഗ്വറാന്റെയും മകളായ അമരാന്ത എന്നൊരു കഥാപാത്രമുണ്ട്. കുടുംബം ഇല്ലാതായിപ്പോയ അമരാന്ത ജീവിതകാലം മുഴുവൻ അവൾ സ്വന്തം ശവക്കച്ച തുന്നുന്നുണ്ട്. അത് തുന്നിത്തീരുമ്പോൾ അവരും മരിച്ചു പോകുന്നു. അരക്കറ്റാക്കയിലെ വാഴത്തോപ്പിലൂടെ മുത്തച്ഛൻ്റെ വിരലിൽ തൂങ്ങിയും മുതുകത്തിരുന്നും സഞ്ചരിക്കുന്ന ഓർമ്മകൾ മാർക്കേസിൽ പച്ച പിടിച്ച് കിടക്കുന്നുണ്ട്. പഴയ തൻ്റെ പട്ടാളത്തിലെ വീരകഥകൾ ഏതൊരു വിമുക്ത പഠനയും പോലെ അദ്ദേഹവും ഓർത്തു പറഞ്ഞിരുന്നു. വാഴത്തോട്ടത്തിലെ തണുപ്പിലൂടെ അരുവിയുടെ കരയിൽ വെയിലേറ്റ് വിശ്രമിക്കുന്ന സുന്ദരിമാർക്കിടയിലൂടെ ആയിരുന്നു അവരുടെ ഈ നടത്തങ്ങൾ. ഇടയ്ക്ക് മുത്തച്ഛൻ ഗാബോയെ സിനിമയ്ക്കും സർക്കസിനും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു. കൊണ്ടുപോകുന്നത് എവിടെയാണെങ്കിലും കണ്ണിൽ കാണുന്നതൊക്കെയും ആ മുത്തച്ഛൻ അവന് വിശദീകരിച്ച് കൊടുക്കുമായിരുന്നു. ഒരിക്കൽ മുത്തച്ഛൻ തനിക്ക് മഞ്ഞുകട്ടയുടെ രഹസ്യം കാണിച്ചു തന്നതായി 1982 പ്ലീനിയോ അപ്പുലിയോ മെൻഡോസോ നടത്തിയ ദ ഫ്രേഗ്രൻസ് ഓഫ് ഗ്വാവ എന്ന വിഖ്യാതമായ അഭിമുഖത്തിൽ മാർക്കേസ് ഓർത്തെടുക്കുന്നുണ്ട്. വളരെ വർഷങ്ങൾക്ക് ശേഷം ഫയറിംഗ് സ്ക്വാഡിനെ നേരിടുമ്പോൾ മുമ്പൊരു സായാഹ്നത്തിൽ മഞ്ഞുകട്ട കാണാൻ അച്ഛൻ തന്നെ കൊണ്ടുപോയ കാര്യം കേണൽ ഒറീലിയാനോ ബുവന്തിയെ ഓർമ്മിച്ചു എന്ന ഏകാന്തതയുടെ 100 വർഷങ്ങളുടെ വിഖ്യാതമായ തുടക്കം തന്നെ ഈ പഴയ ഓർമ്മകളിൽ നിന്നാണ്. സൈമൺ ബൊളിവറിനെ പോലെയുള്ള വിപ്ലവകാരികളുടെ വീരകഥകളും ഗാബോ മുത്തച്ഛനിൽ നിന്ന് കേട്ടിരുന്നു. കൊളംബിയയിലെ പല ബോർഡിംഗ് സ്കൂളുകളിലായിട്ടാണ് ഗബ്രിയേൽ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത്. ഈ ബോർഡിംഗ് പഠനകാലത്ത് കടുത്ത മാനസിക പ്രശ്നങ്ങൾ കാരണം അവന് 6 മാസത്തെ പഠിത്തം നഷ്ടപ്പെടുന്നു. ശരിക്കും ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് അന്ന് അവനുണ്ടായിരുന്നത്. ഒറ്റപ്പെടലും അച്ഛൻ്റെ ദുർനടപ്പുമായിരുന്നു അവൻ്റെ മാനസിക അപഭ്രംശങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങൾ. തെരുവിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു ചെറുപ്പക്കാരി അവനെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ നിന്റെ ചേച്ചിയാണ് എന്ന് പറയുക. അതുപോലെ അച്ഛൻ്റെ മറ്റൊരു മകനെ, തൻ്റെ അർദ്ധ സഹോദരനെ അവിചാരിതമായിട്ട് തെരുവിൽ വെച്ച് കണ്ടുമുട്ടുക. ഇങ്ങനെ ഒരു കൊച്ചു പയ്യന് സമനില തെറ്റാൻ പോകുന്ന സംഭവങ്ങൾ പലതും അക്കാലത്ത് നടന്നിരുന്നു. അങ്ങനെ മനസ്സ് തകർന്ന് വീട്ടിലെത്തുന്ന ഗാബോയെ അവൻ്റെ അർദ്ധ സഹോദരൻ ആബി ലാർദോ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പോകുന്നു. നിന്റെ അസുഖം ഞാൻ മാറ്റിത്തരാം, നിനക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് അയാൾ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയുടെ അടുത്തേക്കാണ്. ആ സ്കൂൾ വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ലൈംഗിക അനുഭവം. പ്രായത്തിൽ കവിഞ്ഞ പക്വത തോന്നിയിരുന്ന
ശരീരഭാഷ കാരണം അകാല വാർദ്ധക്യം ബാധിച്ചവനെന്ന് കൂട്ടുകാർ കളിയാക്കിയിരുന്ന ഗാബോയ്ക്ക് ഈ സാഹസിക അനുഭവം കാര്യമായ ഉണർവ് കൊടുക്കുന്നു. പൊതുവെ അന്തർമുഖനും ഒരുപാട് കോംപ്ലക്സുകൾക്ക് അടിമയുമായിരുന്നിട്ട് കൂടി ലൈംഗികമായ തിരിച്ചറിവ് നേടിയവൻ എന്ന ആത്മബോധം ഗാബോയ്ക്ക് കൈവരുന്നത് ഈ സംഭവത്തെ തുടർന്നാണ് എന്നും പറയപ്പെടുന്നു. തുടർന്ന് അങ്ങോട്ട് ആ ചെറിയ പ്രായത്തിലും നിരവധി സ്ത്രീകളുമായി ഗാബോയ്ക്ക് രഹസ്യ ബന്ധങ്ങളുണ്ടായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കടന്നു വന്നിട്ടുള്ള ചില ലൈംഗിക അനുഭവങ്ങളെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം സാഹസിക യാത്രകളിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ട് എഴുതപ്പെട്ടവയാണ്. എന്നാൽ ഈ നേരിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് മാത്രമല്ല ഗാബോയുടെ ഹൃദയത്തിലെ എഴുത്തുകാരൻ്റെ പിറവി. ചെറുബാല്യം തൊട്ടേ അദ്ദേഹം തൻ്റെ ചുറ്റുപാടും കണ്ടുവളർന്ന അവിശുദ്ധ ബന്ധങ്ങൾ, ജാരസന്തതികൾ, അസ്തിത്വ ദുഃഖം പേറുന്ന അത്തരത്തിലുള്ള ഒരുപാട് മക്കൾ, അഗമ്യഗമനങ്ങൾ, ഇവയൊക്കെയും പിൽക്കാലത്ത് മാർക്കേസിൻ്റെ പല കഥകളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ മാർക്കേസ് എഴുതിയ ചില കവിതകൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായിട്ടുള്ള ജെറാൾഡ് മാർട്ടിൻ കണ്ടെടുത്ത് പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കവിതയിൽ മഴ പെയ്യുന്നു എന്ന് തുടങ്ങുന്ന ഒരു കവിത ഇതിന് ഉദാഹരണമാണ്. ഇങ്ങനെ കവിതകളൊക്കെ എഴുതി പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെയാണ് മാർക്കേസ് തൻ്റെ ഭാവി ഭാര്യ മെഴ്സഡസ് ബാർച്ചയെ ആദ്യം കാണുന്നതും അവരെ പ്രണയിച്ചു തുടങ്ങുന്നതും. അന്ന് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന മെഴ്സിഡസിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹം പ്രണയിച്ചു തുടങ്ങുകയായിരുന്നു. എല്ലാം കൊണ്ടും മുതിർന്ന ഒരാളായിട്ടാണ് മാർക്കേസ് കോളേജിലേക്ക് എത്തുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു അനിശ്ചിതത്വമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് മാർക്കേസിൻ്റെ പക്കൽ കൃത്യമായ ഒരു ഉത്തരമില്ലായിരുന്നു. പഠന താല്പര്യം പ്രശ്നമായിരുന്നു, പണം ഒരു പ്രശ്നമായിരുന്നു, സാഹിത്യവും രാഷ്ട്രീയവും വിപ്ലവവും ഒക്കെ തലയ്ക്ക് പിടിച്ചിരുന്നതുകൊണ്ട് വ്യവസ്ഥാപിതമായ രീതികളോട് പ്രായത്തിൻ്റെതായിട്ടുള്ള എതിർപ്പുകളും ഗാബോയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാലും ഒടുവിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മാർക്കേസ് 1947 തുടക്കത്തിൽ കൊളംബിയയുടെ തലസ്ഥാനമായ ബൊഗോട്ടയിലെ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിയമം പഠിക്കാൻ വേണ്ടി എൻറോൾ ചെയ്യുന്നു. അന്നത്തെ ഈ നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 4000-ഓളം ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന ഒരു ചെറു നഗരം തന്നെയായിരുന്നു. കമ്മ്യൂണിസത്തിൻ്റെ സർവകലാശാല എന്നാണ് അത് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ വെച്ച് പലതരത്തിലുള്ള സുഹൃത്തുക്കളെ മാർക്കേസിന് കിട്ടുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, സാഹിത്യകാരന്മാരുണ്ടായിരുന്നു, പത്രപ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇങ്ങനെ സെക്കൻഡറി സ്കൂൾ വിട്ട് ബൊഗോട്ടയിലെ ലോ കോളേജിൽ പഠനം തുടങ്ങിയതോടെയാണ് എൻ്റെ സവിശേഷ താല്പര്യം കവിതകളിൽ നിന്ന് കഥകളിലേക്കും നോവലുകളിലേക്കും തിരിഞ്ഞത് എന്ന് മെൻഡോസയുമായിട്ടുള്ള അഭിമുഖത്തിൽ മാർക്കേസ് പിൽക്കാലത്ത് ഓർത്തെടുക്കുന്നുണ്ട്. മാർക്കേസിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിട്ട് മാറിയ ഒരു വായന നടക്കുന്നതും ഈ സർവകലാശാലയിൽ കഴിച്ചുകൂട്ടിയ നാളുകളിലാണ്. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ മാർക്കേസിൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. പേര് ഡൊമിംഗോ മാനുവൽ വേഗ. പുറത്തുപോയ വേഗ ഒരു ദിവസം മുറിയിലേക്ക് തിരികെ വരുന്നത് അന്നേ ദിവസം വാങ്ങിയ 3 പുസ്തകങ്ങളും കൊണ്ടാണ്. അതിൽ ഒരെണ്ണം അയാൾ മാർക്കേസിന് വായിക്കാൻ കൊടുക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഗാബോയെ അലട്ടിയ ഇൻസോംനിയയ്ക്കുള്ള പരിഹാരം എന്ന നിലയ്ക്കാണ് വേഗ അന്ന് ആ പുസ്തകം കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ഫലം നേരെ മറിച്ചായിരുന്നു. ഈ പറഞ്ഞ പുസ്തകം വായിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും പഴയ ശാന്തതയോടെ താൻ ഉറങ്ങിയിട്ടില്ല എന്നാണ് പിന്നീട് ഗാബോ പറഞ്ഞിട്ടുള്ളത്. ആ പുസ്തകത്തിൻ്റെ പേര് മെറ്റമോർഫോസിസ് അഥവാ രൂപാന്തരം. എഴുതിയ ആളുടെ പേര് ഫ്രാൻസ് കാഫ്ക. ബോർഹെസിൻ്റെ ഉഗ്രൻ വിവർത്തനമാണ്. അത് മാർക്കേസിൻ്റെ ജീവിതത്തിന് പുതിയൊരു ദിശാബോധം തന്നെ അന്ന് കൊടുക്കുന്നുണ്ട്. മെറ്റമോർഫോസിസിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ മാർക്കേസിനെ പിടിച്ചുലച്ചു കളയുന്നു. എൻ്റെ ദൈവമേ എന്ന് അദ്ദേഹം അറിയാതെ വിളിച്ചു പോകുന്നു. വിഖ്യാതമായിട്ടുള്ള വാക്യം ഇങ്ങനെയാണ്: ഒരു ദിവസം രാവിലെ സ്വാസ്ഥ്യം കെടുത്തുന്ന സ്വപ്നങ്ങൾ വിട്ട് എഴുന്നേൽക്കുന്ന ഗ്രിഗറി സാംസ താനൊരു ഭീമാകരൻ ഷഡ്പഥമായി മാറിയിരിക്കുന്നതാണ് കണ്ടത് എന്നായിരുന്നു ആ വിഖ്യാതമായ വാക്യം. ഈ ഒരു വാക്യം വായിച്ചു തീർന്ന ഉടനെ മാർക്കേസ് ആ പുസ്തകം അടച്ചു വെക്കുന്നു. വരും ദിവസങ്ങളിൽ അയാൾ ആ പുസ്തകം വായിച്ചു തീർക്കുന്നു. ഈ കാഫ്കയുടെ സ്വാധീനം പിന്നീട് അങ്ങോട്ട് മാസങ്ങളോളം മാർക്കേസിൻ്റെ എഴുത്തുകളെ വിടാതെ പിന്തുടരുന്നുണ്ട്. എന്നാൽ മാർക്കേസ് തൻ്റെ ആദ്യത്തെ കഥ എഴുതിയതിനു പിന്നിൽ വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കഥ കൂടിയുണ്ട്. അന്ന് ബൊഗോട്ടയിലെ അറിയപ്പെടുന്ന പത്രമായിരുന്ന എൽ എസ്പെക്ടദോറിൻ്റെ സാഹിത്യ സപ്ലിമെൻറ്റിൻ്റെ പത്രാധിപരായിരുന്ന എദ്വാർഡോ സാൽമിയ ബോർദ പത്രത്തിൽ ഒരു കുറിപ്പ് പ്രസിദ്ധപ്പെടുത്തുന്നു. പുതിയ തലമുറയിലെ എഴുത്തുകാർക്ക് ഒന്നും തന്നെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ സാധിക്കുന്നില്ല എന്നും ഒരു പുതിയ ചെറുകഥാകൃത്തോ നോവലിസ്റ്റോ കാഴ്ചവട്ടത്തെങ്ങും ഇല്ല എന്നുമായിരുന്നു ആ കുറിപ്പിൻ്റെ സാരം. പത്രം ചെറുപ്പക്കാരുടെ കൃതികൾ പ്രസിദ്ധപ്പെടുത്താതെ മുതിർന്ന എഴുത്തുകാരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നത് ചെറുപ്പക്കാർ കൊള്ളാവുന്ന ഒന്നും എഴുതാത്തത് കൊണ്ടാണ് എന്നും ബോർദ കടത്തി എഴുതി കളയുന്നു. ഈയൊരു ലേഖനം വായിച്ചതും യുവതലമുറയോട് സാഹോദര്യം പ്രഖ്യാപിക്കണം എന്നുള്ള വികാരം മാർക്കേസിൽ ഉണരുന്നു. ബോർദയുടെ വായ അടപ്പിക്കാൻ വേണ്ടി മാത്രം രണ്ടും കൽപ്പിച്ച് ഒരു കഥ എഴുതി മാർക്കേസ് എൽ എസ്പെക്ടദോറിന് അന്ന് അയച്ചു കൊടുക്കുന്നു. തൊട്ടടുത്ത ഞായറാഴ്ച 1947 സെപ്റ്റംബർ 13 വളരെ യാദൃച്ഛികമായി എൽ എസ്പെക്ടദോർ പത്രത്തിൻ്റെ സാഹിത്യ പതിപ്പ് ആരോ ഒരാൾ വായിക്കുന്നത് മാർക്കേസ് കാണുന്നു. അതിൽ 8 കോളത്തിൽ അന്ന് കൊടുത്ത കഥ അച്ചടിച്ചു വന്നിട്ടുണ്ട്. മുകളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കഥയുടെ തലക്കെട്ടും അച്ചടിച്ചു വന്നിട്ടുണ്ട്. ആ കഥയുടെ പേര് ദ തേർഡ് റെസിഗ്നേഷൻ അഥവാ മൂന്നാമത്തെ പരിത്യാഗം.
സ്വന്തം കഥ അച്ചടി മഷി പുരണ്ടത് കണ്ടപ്പോഴുണ്ടായ ആഹ്ലാദവും അമ്പരപ്പും ഒക്കെ ഗാബോയുടെ മുഖത്തു നിന്ന് ഞൊടിയിടയിൽ അപ്രത്യക്ഷമാവുന്നു. പത്രം ഒരു കോപ്പി വാങ്ങാൻ 5 സെന്റ് ആകും. അത് കൊടുക്കാൻ അവൻ്റെ കയ്യിലില്ല. അന്ന് അവനൊരു 5 സെന്റ് കടം കൊടുക്കാൻ പരിചയമുള്ള ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൻ വീട്ടുടമയായിട്ടുള്ള സ്ത്രീയെ കാണുന്നു. പക്ഷെ അവരോടും ചോദിക്കാൻ വയ്യ. കാരണം 2 മാസത്തെ വാടകയും മറ്റുമായി നല്ലൊരു സംഖ്യ അവർക്കും കൊടുക്കാനുണ്ട്. ഈ 5 സെന്റിന്റെ ഏതാണ്ട് 720 ഇരട്ടിയാണ് കടമെന്ന് അന്ന് മാർക്കേസ് എഴുതിയിട്ടുണ്ട്. ഒടുവിൽ കോഫി ഹൗസിൽ നിന്ന് പുറത്തു വരുന്ന മറ്റൊരാളുടെ കയ്യിൽ ഈ പത്രം കണ്ടപ്പോൾ അഭിമാനബോധമൊക്കെ വേണ്ടെന്ന് വെച്ച് നേരിട്ട് ചെന്ന് മാർക്കേസ് അയാളോട് ചോദിക്കുന്നു, സാർ ഈ പത്രം എനിക്ക് തരുമോ? അങ്ങനെയാണ് മാർക്കേസ് ആദ്യമായിട്ട് സ്വന്തം കഥ അച്ചടിച്ച് കാണുന്നത്. ആ കഥയ്ക്കാണെങ്കിൽ അന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിരുന്ന ഹെർണൻ മെറിനോയുടെ ഇല്ലസ്ട്രേഷനും ഉണ്ടായിരുന്നു. ഇരന്നു വാങ്ങിയ ആ ന്യൂസ് പേപ്പർ ഗാബോ അന്ന് മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഒളിച്ചിരുന്ന് പലവട്ടം വായിക്കുന്നു. ഓരോ വരിയിലും അച്ചടിയുടെ അസാമാന്യമായ കരുത്ത് മാർക്കേസിന് ശരിക്കും ബോധ്യപ്പെട്ട ഒരവസരമായിരുന്നു അത്. ശവപ്പെട്ടിയിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരു 7 വയസ്സുകാരൻ അതിൽ 18 വർഷം കിടന്ന് മുതിർന്ന ഒരാളാവുന്ന ഒരു വിചിത്രമായ പ്ലോട്ടായിരുന്നു ആ കഥയുടേത്. എന്തായാലും ആദ്യമായി എഴുതിയ ഈ കഥ സുഹൃത്തുക്കളുടെ ഇടയിൽ മാർക്കേസിന് അന്ന് വളരെ വലിയ സ്വീകാര്യതയാണ് കൊടുക്കുന്നത്. പലരും അയാളെ നേരിട്ട് അഭിനന്ദിച്ചു, ചിലരെങ്കിലും വിമർശിക്കുകയും ചെയ്തു. ഈ കഥ എഴുതി 1.5 മാസത്തിന് ശേഷം 1947 ഒക്ടോബർ 25 ഗാബോയുടെ അടുത്ത കഥ അതേ പത്രത്തിൽ അച്ചടിച്ചു വന്നു. ഈവ ഈസ് ഇൻസൈഡ് ഹെർ കാറ്റ് എന്ന് ശീർഷകം. മാർക്കേസ് എന്ന എഴുത്തുകാരൻ അതോടെ പിറക്കുകയാണ്. ഒരേ സമയം കവിയും കഥാകൃത്തും കിട്ടിയതെന്തും വായിക്കുന്ന ഒരു മികച്ച വായനക്കാരനുമായിരുന്നു അന്ന് ഗാബോ. അങ്ങനെ നിയമപഠനം 2ാം വർഷത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് മാർക്കേസിന് മറ്റൊരു അതിവിശാലമായ മേഖലയിൽ താല്പര്യം ജനിക്കുന്നത്, പത്രപ്രവർത്തനം. അടുത്ത വർഷം 1948 പലതുകൊണ്ടും വളരെ നിർണായകമായ ഒരു വർഷമായിരുന്നു. കൊളംബിയ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ അസ്വസ്ഥതകളിലേക്ക് വലിച്ചെറിയപ്പെട്ട വർഷമാണത്. നമ്മുടെ നാട്ടിൽ മഹാത്മജി വധിക്കപ്പെട്ട വർഷം. മാർക്കേസിന്റെ ജീവിതത്തിലും ഒരു പ്രധാന വഴിത്തിരിവ് അക്കൊല്ലം ഉണ്ടാവുന്നു. ആ വർഷം ആദ്യം വീട്ടിലേക്ക് പോയ മാർക്കേസ് തിരികെ വരുന്നത് മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുത്ത ഒരു ടൈപ്പ് റൈറ്ററും കൊണ്ടാണ്. ഗാബോ എന്ന 21കാരന് ഒരു സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടിയ വലിയ അംഗീകാരമായിരുന്നു ഈ ടൈപ്പ് റൈറ്റർ. എന്നാൽ ഒരു യുവ വിദ്യാർത്ഥിക്ക് അങ്ങനെ ഒരു ടൈപ്പ് റൈറ്ററും വെച്ചിരുന്നുകൊണ്ട് സ്വസ്ഥമായി സാഹിത്യം രചിക്കാൻ പറ്റിയ സാഹചര്യമൊന്നും 48 ബൊഗോട്ടയിൽ ഉണ്ടായിരുന്നില്ല. ബൊഗോട്ടാസോ എന്ന പേരിൽ പിന്നീട് കുപ്രസിദ്ധമായ കലാപങ്ങൾ തലസ്ഥാനത്ത് പൊട്ടിപ്പുറപ്പെടുന്നു. മുൻ മേയറും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമൊക്കെ ആയിരുന്ന തീപ്പൊരി പ്രാസംഗികൻ ജോർജ് എലിസർ ഗെയ്ത്താൻ നടുറോഡിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടതോടെയാണ് ഒരു കലാപത്തിലേക്ക് ബൊഗോട്ട കൂപ്പുകുത്തുന്നത്. മാർക്കേസ് താമസിച്ചിരുന്ന റൂമിന് ഒരു വെളിപ്പാട് അകലെ ആയിരുന്നു ഈ കൊലപാതകം നടന്നത്. കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ തെരുവിൽ തടിച്ചുകൂടിയ കാഴ്ചക്കാർക്കിടയിൽ മാർക്കേസും പിൽക്കാലത്ത് ക്യൂബയുടെ ചരിത്രം മാറ്റി എഴുതിയ വിദ്യാർത്ഥി നേതാവായിരുന്ന ഫിഡൽ കാസ്ട്രോയും ഒരുമിച്ചുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുമിച്ച് ഒരേ കലാപഭൂമിയിൽ തങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരം ഇവർ രണ്ടുപേരും പിന്നീട് അറിയുന്നത് പിൽക്കാലത്ത് ഇവർ രണ്ടുപേർക്കും ഇടയിൽ സൗഹൃദം ഉടലെടുത്തതിന് ശേഷം മാത്രമാണ്. ബൊഗോട്ടാസയുടെ കാഷ്വാലിറ്റി കണക്കുകൾ പലതും അന്ന് ഗവൺമെന്റ് അതീവ രഹസ്യമായി പൂഴ്ത്തിവെക്കുന്നു. ഈ കലാപങ്ങളിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. പുറമെ പറഞ്ഞു കേൾക്കുന്നത് 3 ലക്ഷവും. അങ്ങനെ ബൊഗോട്ട കത്തിയെരിഞ്ഞ കാലത്ത് മാർക്കേസ് അവിടം വിടുന്നു. കാർത്തജീനഡി ഇന്ത്യൻസ് എന്ന ഒരു തുറമുഖ പട്ടണത്തിലേക്കാണ് മാർക്കേസ് അന്ന് പോകുന്നത്. അവിടെ നിയമപഠനം തുറന്നുപോയി എങ്കിലും അപ്പോഴേക്കും അഭിരുചി പൂർണ്ണമായും എഴുത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. 1948 മെയ് 21 എൽ യൂണിവേഴ്സൽ എന്ന പത്രത്തിൽ മാർക്കേസ് ഒരു ജേർണലിസ്റ്റായിട്ട് ചേരുന്നു. പഠനത്തോടൊപ്പം ജോലിയും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പകൽ പഠിത്തം, രാത്രി ജോലി എന്നതായിരുന്നു അന്നത്തെ പതിവ്. ജോലിയിലെ ശ്രദ്ധ കൂടിയപ്പോൾ പഠനം സ്വാഭാവികമായിട്ടും ഉഴപ്പിപ്പോകുന്നു. രാത്രി ജോലി കഴിഞ്ഞാൽ പത്രമാഫീസിൽ തന്നെ ആയിരുന്നു പലപ്പോഴും ഉറക്കം. അച്ചടി മഷിയുടെ മാദക ഗന്ധം നുകർന്ന് ചൂടുമാറാത്ത പത്രക്കടലാസിൽ തന്നെ കിടന്നുറക്കം. വേറെ മുറിയെടുക്കാനുള്ള വാടകക്കാശ് ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിക്കാൻ പറ്റിയിരുന്നില്ല എന്നത് വ്യക്തമാണല്ലോ. അത് കിട്ടിത്തുടങ്ങിയപ്പോൾ മാർക്കേസ് താമസം മാറ്റി, ഒരു വേശ്യാലയത്തിലേക്ക്. അതിനകത്ത് ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്ന മുറികളും ഉണ്ടായിരുന്നു എന്നർത്ഥം. അതിലൊന്നിലായി പിന്നീടുള്ള കിടപ്പ്. അവിടുത്തെ ലൈംഗിക തൊഴിലാളികളുമായിട്ടുള്ള നേരിട്ടുള്ള അടുപ്പം, അനുഭവങ്ങൾ, ഇതൊക്കെയും മാർക്കേസിന് കിട്ടുന്നത് ഇക്കാലത്താണ്. 1972 അദ്ദേഹം എഴുതിയ ദി ഇൻക്രെഡിബിൾ ആൻഡ് സാഡ് ടെയിൽ ഓഫ് ഇന്നസെന്റ് എരൻഡീര ആൻഡ് ഹെർ ഹാർട്ട്ലെസ് ഗ്രാൻഡ് മദർ എന്ന രചന ഈ അനുഭവത്തിൻ്റെ ആവിഷ്കാരമാണ്. എൽ യൂണിവേഴ്സ് പത്രത്തിൽ കോളം എഴുതിക്കൊണ്ടിരിക്കെ തന്നെയാണ് 1948 ജൂലൈ 25 എൽ എസ്പെക്ടഡോറിൽ മാർക്കേസിൻ്റെ 3ാമത്തെ കഥ അച്ചടിച്ചു വരുന്നത്. ദ അതർ സൈഡ് ഓഫ് ഡെത്ത് അഥവാ മരണത്തിൻ്റെ മറുവശം. ഷെൽവി എഡിറ്ററായിരുന്ന ഷിഖ ബുക്സ് പ്രസിദ്ധപ്പെടുത്തിയ ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് കഥകൾ എന്ന സമാഹാരത്തിൽ ഈ ചെറുകഥ ജയനാരായണന്റെ വിവർത്തനത്തിൽ നമുക്ക് കാണാനാകും. എന്തായാലും 1949 അടുപ്പിച്ച് മാർക്കേസ് കോളേജ് പഠനം അവസാനിപ്പിക്കുന്നു. കാർത്തജീന വിട്ട് ബറാങ്കിയ പട്ടണത്തിലേക്ക് ചേക്കേറുകയും ചെയ്യുന്നു. അതിനൊപ്പം എൽ യൂണിവേഴ്സൽ വിട്ട് എൽ ഹെറാൾഡോ പത്രത്തിലേക്ക് ജോലിയും മാറുന്നു. ഒന്നാമത് അവിടെ ശമ്പളം കൂടുതലുണ്ട്.
രണ്ടാമത്തെ കുറച്ചുകൂടി പ്രധാനപ്പെട്ട കാരണം ബറാങ്കിയയിലാണ് അദ്ദേഹത്തിൻ്റെ കൗമാര പ്രണയഭാജനമായിട്ടുള്ള മെർസിഡസ് ഇപ്പോൾ അച്ഛനോടൊപ്പം താമസിക്കുന്നത്. മെർസിഡസിന് ഇപ്പോൾ ടീനേജ് പ്രായമാണ്. അവളെ കാണുക എന്ന ലക്ഷ്യം കൂടി ഈ തൊഴിൽ മാറ്റം വഴി ഗാബോ എന്ന 22-കാരന് അപ്പോൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. ഈ ബറാൻകിയ കുറച്ചുകൂടി വലിയൊരു നഗരമാണ്. വ്യവസായങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ കാർത്തജീനയേക്കാൾ സാമ്പത്തികമായും മുന്നിലാണ് ഈ സ്ഥലം. മാർക്കേസിൻ്റെ പിൽക്കാല വളർച്ചയിലെ ശക്തമായൊരു ചവിട്ടുപടിയായിട്ട് ഈ നഗരം പിന്നീട് മാറുന്നുണ്ട്. സാഹിത്യത്തിനും പത്രപ്രവർത്തനത്തിനും ഒരുപോലെ വളക്കൂറുള്ള മണ്ണായിരുന്നു ബറാൻകിയയിലേത്. 1949 തന്നെ ബറാൻകിയയിൽ വെച്ച് മാർക്കേസ് പഴയ എൽ എസ്പെക്ടോറിൽ തന്നെ ഡയലോഗ് വിത്ത് ദ മിറർ, ബിറ്റർനെസ് ഫോർ 3 സ്ലീപ്പ് വാക്കേഴ്സ് എന്നിങ്ങനെ 2 ചെറുകഥകൾ കൂടി എഴുതി പ്രസിദ്ധീകരിക്കുന്നു. അതുവരെ എഴുതിയ കഥകളിലെല്ലാം ഉണ്ടായിരുന്ന കാഫ്കയുടെ സ്വാധീനം പതുക്കെ കുടഞ്ഞെറിഞ്ഞ മാർക്കേസിനെയാണ് നമുക്ക് ഈ അവസാനം എഴുതിയ സ്ലീപ്പ് വാക്കേഴ്സിൽ കാണാനാവുക എന്ന് തൻ്റെ മാർക്കേസ് പുസ്തകത്തിൽ പ്രൊഫസർ RVM ദിവാകരൻ നിരീക്ഷിക്കുന്നുണ്ട്. 1954 മാർക്കേസിന് വീണ്ടും ഒരു ജോലി മാറ്റമുണ്ടാവുന്നു. 6-7 കൊല്ലം മുമ്പ് മാർക്കേസിൻ്റെ കഥ പ്രസിദ്ധീകരിച്ച ആ വലിയ പത്രം എൽ എസ്പെക്ടഡോർ മാർക്കേസിന് അന്ന് കൊടുക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു ഓഫറാണ്. മാസം 900 പെസോ, അതായത് ഏതാണ്ട് 10 ഇരട്ടിയോളമുണ്ട് ശമ്പള വർധനവ്. അതോടെ മാർക്കേസിന് പിന്നെ ബൊഗോട്ടയിലേക്ക് മാറി താമസിക്കാൻ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. 1953 ജൂൺ 13 കൊളംബിയയിൽ പട്ടാള അട്ടിമറിയിലൂടെ ഗുസ്താവോ റോഹാസ് പിനില അധികാരം പിടിച്ചെടുക്കുന്നത്. ആ സ്വേച്ഛാധിപത്യ ഭരണം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന കാലത്താണ് മാർക്കേസ് ഈ ഒരു ഓഫറും സ്വീകരിച്ച് തിരികെ തലസ്ഥാന നഗരിയിലെത്തുന്നത്. പക്ഷെ അപ്പോഴേക്കും വിപ്ലവത്തിൻ്റെ അസ്കിതയൊക്കെ മാറി ഈ വിധം സാമൂഹിക പ്രശ്നങ്ങളോട് അപ്പോൾ പ്രതികരിക്കേണ്ടതില്ലാത്ത വിധത്തിൽ മാർക്കേസിൻ്റെ തൂലിക മാറിക്കഴിഞ്ഞിരുന്നു. ഈ കാലത്ത് തന്നെ അഭിമുഖങ്ങളുടെ ഉസ്താദായിട്ട് മാർക്കേസ് മാറിക്കഴിഞ്ഞിരുന്നു. ഒരു കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ട നാവികൻ ലൂയിസ് അലഹാൻഡ്രോ വെലാസ്കോയുമായിട്ട് സുദീർഘമായി അഭിമുഖം നടത്തിയതിൻ്റെ ബലത്തിൽ അദ്ദേഹം എഴുതിയ ഒരു നോൺ ഫിക്ഷൻ തുടരൻ പിന്നീട് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്രെക്ഡ് സെയിലർ എന്ന പേരിൽ പുസ്തകമായി തന്നെ ഇറങ്ങുന്നുണ്ട്. 1955 മാർക്കേസിന്റെ ആദ്യത്തെ നോവൽ ദ ലീഫ് സ്റ്റോം അഥവാ കരിയിലക്കാറ്റ് പുറത്തിറങ്ങുന്നു. അക്കാലത്ത് തന്നെ മാർക്കേസ് എഴുതി പൂർത്തിയാക്കിയ നോബഡി റൈറ്റ്സ് ടു ദ കേണൽ എന്ന നോവലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതിന് മലയാള വിവർത്തനം ജയനാരായണൻ്റേത് ആരും കേണലിന് എഴുതുന്നില്ല പ്രസിദ്ധപ്പെടുത്തുന്നത് 1989 പിന്നീട് മൾബറി പബ്ലിക്കേഷൻസ് ആണ്. 1958 മാർക്കേസിൻ്റെ ജീവിതത്തിലെ അടുത്ത നിർണായക സംഭവം നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിവാഹം 1958 മാർച്ച് 21 രാവിലെ 11 മണിക്ക് ബറാങ്കിയയിലെ എൽ പെർപെച്ചോ സൊക്കോറോ പള്ളിയിൽ വെച്ച് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് മെർസിഡസ് റാഖേൽ ബാർച്ച പാർദോയെ മിന്നുകിട്ടുന്നു. ഏകാന്തതയിലെ കേണൽ ഒറീലിയാനോ ബോന്തിയയ്ക്കും റെമഡിയോസിനും മക്കളില്ലായിരുന്നുവെങ്കിൽ മാർക്കേസിനും മെർസിഡസിനും 2 മക്കളുണ്ടാകുന്നു. 1959 ഓഗസ്റ്റ് 24 ബൊഗോട്ട നഗരത്തിൽ വെച്ചാണ് ഒന്നാമൻ റോദ്രിഗോ ജനിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു അറിയപ്പെടുന്ന ചലച്ചിത്ര സംവിധായകനാണ്. രണ്ടാമത്തെയാൾ ഗോൺസാലോ ജനിക്കുന്നത് മെക്സിക്കോ സിറ്റിയിൽ വെച്ച് 1962 ഏപ്രിൽ 16 ഇതിനിടയ്ക്ക് 61 മാർക്കേസ് ഒരു കഥ എഴുതുന്നുണ്ട്, ദ സീ ഓഫ് ലോസ്റ്റ് ടൈം. നഷ്ടകാലത്തിന്റെ കടൽ എന്ന പേരിൽ ജയനാരായണൻ തന്നെ ഇത് പിൽക്കാലത്ത് മലയാളത്തിലേക്ക് ആക്കിയിട്ടുമുണ്ട്. പിൽക്കാലത്ത് ഏകാന്തതയുടെ 100 വർഷങ്ങളിൽ വികസിത രൂപം പ്രാപിക്കുന്ന ചില വിചിത്ര സംഭവങ്ങൾ ഈ കഥയിലുണ്ട് എന്ന് പ്രൊഫസർ RVM ദിവാകരൻ തന്നെ മാർക്കേസ് പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നു. ഉദാഹരണത്തിന് 100 പേരുടെ കാമദാഹം തീർക്കാൻ വേണ്ടി ഒരൊറ്റ ദിവസം കിടന്നുകൊടുത്ത് ഒരാളിൽ നിന്ന് 5 പെസോ വെച്ച് 500 പെസോ സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ഒരുവളുടെ ദയനീയ ചിത്രം ഇതിലുണ്ട്. 1961 തന്നെ ഇൻ ഈവിൾ അവർ എന്ന പേരിൽ 3ാമത്തെ നോവലും മാർക്കേസ് എഴുതി പൂർത്തിയാക്കുന്നു. അത് അന്ന് മികച്ച കൊളംബിയൻ നോവലിനുള്ള എസ്ഒ സാഹിത്യ പുരസ്കാരം നേടുന്നുണ്ട്. അന്ന് ഏകദേശം $3000 സമ്മാന തുക. ആദ്യത്തെ മകൻ ജനിച്ച ശേഷമാണ് മാർക്കേസ് ക്യൂബൻ വാർത്താ ഏജൻസിയുടെ ലേഖകനായിട്ട് ന്യൂയോർക്കിലേക്ക് താമസം മാറ്റുന്നത്. അവിടെ ഒരു 5 മാസം ചെലവിട്ട ശേഷം അദ്ദേഹം മെക്സിക്കോയിലേക്ക് കുടിയേറുന്നു. ഇക്കാലത്തെ മാർക്കേസിന്റെ ജോലി ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു. കാസ്ട്രോ ഭരണകൂടത്തിന്റെ ഒരു പബ്ലിക് റിലേഷൻ ജോലി പോലെ ആയിരുന്നു പ്രെൻസ ലാറ്റിന എന്ന വാർത്താ ഏജൻസിയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഇതിനിടയിലാണ് 1967 ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന മാർക്കേസിന്റെ എക്കാലത്തെയും മികച്ച നോവൽ പുറത്തിറങ്ങുന്നത്. സാഹിത്യ ലോകത്തുണ്ടായ ഒരു ഭൂകമ്പം എന്നാണ് മരിയോ വർഗാസ് യോസ ഈ കൃതിയെ അന്ന് വിശേഷിപ്പിച്ചത്. ഒരേ സമയം നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ വിവിധ രൂപങ്ങളെ സ്വന്തം ഭാവന കൊണ്ട് വിമോചിപ്പിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ഒരു 2ാം വായന അനിവാര്യമായ ഒന്നാണ് ഈ നോവലെന്നും മെക്സിക്കൻ നോവലിസ്റ്റ് കാർലോസ് ഫെൻതേസ് പറയുന്നുണ്ട്. മെക്കോഡോയുടെയും ബൂന്തിയ കുടുംബത്തിൻ്റെയും ചരിത്രമാണ് ഏകാന്തതയുടെ 100 വർഷങ്ങളിൽ പ്രതിപാദ്യ വിഷയമാകുന്നത്. ഒരു ദ്വന്ദ്വയുദ്ധത്തിൽ തന്നെ അപമാനിച്ച എതിരാളിയെ വധിക്കുന്ന ഹോസ് ആർക്കേദിയോ ബൂന്തിയയ്ക്ക് തൻ്റെ എതിരാളിയുടെ പ്രേതത്തിൻ്റെ നിരന്തര സാന്നിധ്യം അസഹനീയമാകുന്നു. ഭാര്യ ഉർസുലയ്ക്കും ഒരു കൂട്ടം സുഹൃത്തുക്കൾക്കുമൊപ്പം നാടുവിടുന്ന ഹോസ് ആർക്കേദിയോയും സംഘവും ഒരു നദീതീരത്ത് വിശ്രമിക്കുമ്പോൾ മക്കൊണ്ടോ എന്ന കണ്ണാടി നഗരത്തെക്കുറിച്ചുള്ള സ്വപ്ന ദർശനം അയാൾക്കുണ്ടാവുന്നു.
അവിടെ തന്നെ അയാൾ മക്കോണ്ടോ സ്ഥാപിക്കുകയും ചെയ്യുന്നു. മക്കോണ്ടോയ്ക്ക് പുറം ലോകവുമായിട്ടുള്ള ബന്ധം മെൽക്കിയാദിസിൻ്റെ നേതൃത്വത്തിലുള്ള കുറേ ജിപ്സികളിലൂടെയാണ്. താമസിയാതെ പുറം ലോകത്തിൻ്റെ ഇടപെടലുണ്ടാവുന്നു. തുടർന്ന് അങ്ങോട്ട് മക്കോണ്ടോയെ യുദ്ധവും കോളനിവൽക്കരണവും എല്ലാം കടന്നാക്രമിക്കുന്നു. ഈ കൃതിക്ക് പിന്നിൽ നടന്ന ധ്യാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലക്കം ആരംഭിച്ചത് തന്നെ. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എഴുതുമ്പോൾ മാർക്കേസിന് പ്രായം 40 ആയിരുന്നു. ആ കാലത്ത് തൻ്റെ എഴുത്ത് തുറന്നു പോകാൻ വേണ്ടി മെഴ്സറസ് സഹിച്ച ത്യാഗങ്ങൾ പലതും പലവട്ടം ഗ്യാബോ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാജിക്കൽ റിയലിസത്തിൻ്റെ ചിറകിലേറി മാർക്കേസ് ഗഗനസഞ്ചാരത്തിന് പോയപ്പോഴൊക്കെയും അദ്ദേഹത്തെ ഈ മണ്ണിൽ ഉറപ്പിച്ചു തന്നെ നിർത്തിയത് ആ ജീവിതത്തിലെ മെഴ്സസ് ബാർഷ പാർദോ എന്ന നങ്കൂരത്തിൻ്റെ നിത്യസാന്നിധ്യമാണ്. ഏറ്റവും ഒടുവിൽ ഏകാന്തതയുടെ 100 വർഷങ്ങളുടെ മാനുസ്ക്രിപ്റ്റിൻ്റെ അവശേഷിച്ചിരുന്ന പാതി കൂടി പ്രസാധകന്റെ മേൽവിലാസം എഴുതിയ കവറിലിട്ട് സ്റ്റാമ്പൊട്ടിച്ച് തപാൽപ്പെട്ടിയിൽ ഇട്ട ശേഷം സുദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മെഴ്സറസ് അന്ന് മാർക്കേസിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഇത്രയൊക്കെ മെനക്കെട്ടിട്ട് നിങ്ങളുടെ ഈ നോവൽ 5 കാശിന് കൊള്ളില്ലെങ്കിലോ? മെഴ്സറസ് അന്ന് ചോദിച്ച ആ ചോദ്യത്തിൻ്റെ അർത്ഥശൂന്യത കാലം തെളിയിച്ചിട്ട് ഇന്നേക്ക് വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു. 1985 പ്രസിദ്ധീകരിച്ച കോളറക്കാലത്തെ പ്രണയം ലോകമെമ്പാടും വായനയുടെ വസന്തകാലം ഒരുക്കിയ ഒരു നോവലാണ്. അസാധാരണമായ ഒരു പ്രണയബന്ധത്തെ മരണത്തിൻ്റെ മഹാമാരി വിതച്ച പകർച്ചവ്യാധിക്ക് സമാന്തരമായി അവതരിപ്പിക്കുന്ന ഈ നോവൽ പ്രണയത്തിനും മരണത്തിനും പുതിയ വ്യാഖ്യാനങ്ങൾ തന്നെ ചമയ്ക്കുന്നു. അതോടൊപ്പം ഇവയ്ക്ക് തമ്മിലുള്ള പാരസ്പര്യവും നോവലിന് പ്രമേയമാകുന്നു. മാർക്കേസിന്റെ മറ്റ് കൃതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പേരില്ലാത്തൊരു നഗരമാണ് ഈ നോവലിന്റെ പശ്ചാത്തലം. കൊളംബിയയുടെ കരീബിയൻ തീരത്തെ ഈ കൊളോണിയൽ നഗരത്തിൽ ഏകദേശം 1880-നും 1930-നും ഇടയിലാണ് 51 വർഷവും 9 മാസവും 4 ദിവസവും ഫ്ലോറന്റിനോ അരിസ തൻ്റെ പ്രണയിനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. കൗമാരകാലത്താണ് ഫ്ലോറന്റിനോ ഫോമിന ഡാസിയെ ആദ്യമായിട്ട് കാണുന്നത്. പിതാവിൻ്റെ മരണശേഷം പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന അവൻ നഗരത്തിലെ പോസ്റ്റൽ ഏജൻസിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ടെലിഗ്രാം കൊടുക്കാൻ വേണ്ടി ലോറൻസോ ഡാസിയുടെ താമസ സ്ഥലത്ത് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഫെർമിനയുടെ ശബ്ദമാണ് അവൻ ആദ്യം കേൾക്കുന്നത്. ജാലകത്തിലൂടെ അവർ പരസ്പരം കാണുന്നു. പിന്നീട് അങ്ങോട്ട് അധികമൊന്നും പരസ്പരം സംസാരിക്കാനായില്ല എങ്കിലും കത്തുകളിലൂടെയും ടെലിഗ്രാമുകളിലൂടെയും അവരുടെ രഹസ്യ പ്രണയം വളർന്നു വരുന്നു. ആദ്യ കത്തിലെ പ്രണയാഭ്യർത്ഥനയ്ക്ക് ശേഷം അവളുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ കോളറ ബാധയുടെ എല്ലാ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നു. മരണമുനമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് തിരികെ വന്ന ശേഷം പിന്നീട് അങ്ങോട്ട് ഉന്മാദത്തോളം എത്തിയ ഒരു പ്രണയകാലമായിരുന്നു. ചിന്തയിലും സ്വപ്നങ്ങളിലും അവർ പരസ്പരം നിറഞ്ഞു നിന്നു. രാവിൻ്റെ നിശബ്ദതയിൽ അവളുടെ കിടപ്പറയുടെ താഴെ തെരുവിൽ നിന്ന് അവൻ അവൾക്ക് വേണ്ടി മാത്രമായി വയലിൻ വായിച്ചു. 2 വർഷത്തെ തീവ്ര പ്രണയത്തിനും അതിൻ്റെ സാഹസികതകൾക്കും ശേഷം ഫ്ലോറന്റിനോ ഫെർമിനയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. പടുദരിദ്രനായ ഫ്ലോറന്റിനയിൽ നിന്ന് മകളെ വേർപെടുത്താൻ വേണ്ടി ലോറൻസോ ഡോസ മകളെ ഒരു സുദീർഘ യാത്രയ്ക്ക് അയക്കുന്നു. മറവിയുടെ അതിരുകൾ വിപുലപ്പെടുത്തിയ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ഫെർമിന തൻ്റെ പൂർവ്വ പ്രണയത്തെ നിഷ്കരുണം തിരസ്കരിക്കുന്നു. അതവനെ നയിക്കുന്നത് അതിതീക്ഷ്ണമായ രതിവേഴ്ചകളുടെ ഒരു പരമ്പരയിലേക്കാണ്. 50 വർഷങ്ങൾക്ക് ശേഷം 25 നോട്ട് ബുക്കുകളിലായി അവൻ പ്രാപിച്ച 622 സ്ത്രീകളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിറയുന്നു. ഫ്ലോറന്റിനോ അരിസയുടെ നിതാന്ത പ്രണയത്തിൻ്റെ വഴികൾ നമ്മളെ അല്പമൊന്നുമല്ല ഭ്രമിപ്പിച്ചിട്ടുള്ളത്. വിഖ്യാത സാഹിത്യകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിനെ മലയാളികൾക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈയിടെ അന്തരിച്ച കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനും ജ്ഞാനപീഠം ജേതാവുമായിട്ടുള്ള MT വാസുദേവൻ നായരാണ്. 1970-കളിൽ MT ഒരു സ്കോളർഷിപ്പൊക്കെ കിട്ടി അമേരിക്ക സന്ദർശിച്ചപ്പോൾ അവിടെ വെച്ചാണ് മാർക്കേസിൻ്റെ വിഖ്യാതമായിട്ടുള്ള നോവൽ 100 Years of Solitude അദ്ദേഹം വായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1972 പുറത്തിറങ്ങിയ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കൃതിയിൽ ഈ സംഭവം MT പറയുന്നുണ്ട്. മാർക്കേസിന് നോബൽ സമ്മാനം കിട്ടുന്നതിനും 10 വർഷം മുമ്പാണ് MTയുടെ കൃതി ഇറങ്ങുന്നത് എന്നോർക്കണം. അന്ന് അമേരിക്കയിലെ ആ യാത്രയിൽ വെച്ച് 100 Years of Solitude വായിക്കാൻ എടുത്തപ്പോൾ അടുത്തിരുന്നൊരു സ്ത്രീ ആ പുസ്തകം മികച്ചൊരു കൃതിയാണ് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്ന് MT പറയുന്നുണ്ട്. അന്ന് ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അധികകാലം ആയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ഈ കൃതി വായനക്കാർക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒക്കെ വ്യാപകമായ ഈ കാലത്ത് ഇന്ന് പലർക്കും ഇത് വലിയൊരു കാര്യമായിട്ട് തോന്നില്ലായിരിക്കാം. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് വായിച്ചവരുടെ അഭിപ്രായത്തിന് പുറത്തു മാത്രം കൃതികൾ പ്രസിദ്ധമാകുന്ന ഒരു കാലത്ത് ആ കാലത്താണ് മാർക്കേസിനെ വായനക്കാർ നെഞ്ചിലേറ്റിയത് എന്ന് ഓർക്കുക. മാർക്കേസിലെ എഴുത്തുകാരനെ MTയും വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ബാരിക്കുഴി എന്ന പേരിൽ MT സംവിധാനം ചെയ്ത സിനിമയിൽ നെടുമുടി വേണു അവതരിപ്പിച്ച ഒരു കഥാപാത്രം ബാഗിൽ നിന്ന് ഒരു പുസ്തകമെടുത്ത് സുകുമാരൻ്റെ കഥാപാത്രത്തിന് നീട്ടുന്നുണ്ട്. മാർക്കേസിൻ്റെ സെക്കൻഡ് നോവൽ വെച്ചോ, ഇത് ബുക്ക് സ്റ്റോളിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാണ് അത് നീട്ടുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് എടുത്ത് ഉദ്ധരിക്കാൻ വേറെ നിരവധി നോവൽ എഴുത്തുകാരുണ്ടായിരുന്നിട്ടും
MT അന്ന് എന്തുകൊണ്ടോ മാർക്കേസിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. MTക്ക് മാത്രമായിരുന്നില്ല മലയാള സിനിമയിൽ മാർക്കേസിനോട് പ്രിയം. പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ മൂന്നാം പക്കം എന്ന ചിത്രത്തിൽ മാർക്കേസിന്റെ സ്റ്റോറി ഓഫ് എ ഷിപ്രെക് സെയിലർ എന്ന വർക്കിനെ കുറിച്ചുള്ള ഒരു പാസിംഗ് റിമാർക്ക് കടന്നു വരുന്നുണ്ട്. മൂന്നാം പക്കം എന്ന സിനിമ നമ്മൾ ഒരുവിധം എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ ഈ മാർക്കേസ് റെഫറൻസ് പക്ഷേ നിങ്ങളിൽ ചുരുക്കം ചിലർ മാത്രമേ ഓർത്തിരിക്കുന്നുണ്ടാവൂ. സിനിമയിൽ ജയറാം അവതരിപ്പിച്ച പാച്ചുവിന്റെ തിരോധാനത്തെ തുടർന്ന് ഏറ്റവും അധികം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവന്റെ പ്രതിശ്രുത വധു ഭദ്രയാണ്. അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തിലകൻ അവതരിപ്പിച്ച തമ്പി എന്ന കഥാപാത്രം നേരിട്ട് ചെല്ലുന്ന ഒരു സീനുണ്ട് ഈ സിനിമയിൽ. വലിയൊരു വായനക്കാരനായ തമ്പി ആ രംഗത്തിൽ ഭദ്രയെ സമാധാനിപ്പിക്കുന്നത് ദ സ്റ്റോറി ഓഫ് എ ഷിപ്രെക് സെയിലർ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഈ കഥയിലെ വെലാസ്കോ എന്ന നാവികൻ 10 ദിവസം കരീബിയൻ കടലിൽ കിടന്നിട്ട് ജീവനോടെ തിരിച്ചു വന്നത് ഓർത്തെടുത്തുകൊണ്ട് തമ്പി ഭദ്രയെ സമാധാനിപ്പിക്കുമ്പോൾ മാർക്കേസിന്റെ മലയാളത്തിലെ നിയോഗങ്ങളിൽ ഒന്നുകൂടി പൂർത്തിയാവുന്നു. അതുപോലെ തന്നെ സാഹിത്യകാരന്മാരെ നിശിതമായിട്ട് വിമർശിച്ചിരുന്ന വിമർശകനായിരുന്ന M. കൃഷ്ണൻ നായരുടെ മാർക്കേസിനെ കുറിച്ചുള്ള വാക്കുകളും മലയാളികൾക്കിടയിൽ മാർക്കേസിന് പ്രചാരണം കിട്ടാൻ ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. കലാകൗമുദി വാരികയിൽ തുടർച്ചയായിട്ട് എഴുതിപ്പോന്നിരുന്ന സാഹിത്യ വാരഫലം എന്ന പങ്ക്തി വഴിക്കാണ് കൃഷ്ണൻ നായർ അന്ന് തൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്. ദുർഗന്ധം നിറഞ്ഞ ഭൂതകാലം, ജീർണിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലം, തകരുന്ന ഭാവി, ഇവയെല്ലാം ഇത്ര ഹൃദ്യമായി ചിത്രീകരിച്ച മറ്റൊരു എഴുത്തുകാരനില്ല. അതിമനോഹരമായ ഈ കലാസൃഷ്ടിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ വായനക്കാരെ ഞാൻ ക്ഷണിക്കുന്നു എന്നായിരുന്നു കോളറക്കാലത്തെ പ്രണയം എന്ന കൃതിയെക്കുറിച്ചുള്ള കൃഷ്ണൻ നായരുടെ അഭിപ്രായം. രചയിതാവിൻ്റെ പേരോ പ്രശസ്തിയോ ഒന്നും നോക്കാതെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്ന കൃഷ്ണൻ നായരിൽ നിന്ന് വന്ന ആ നല്ല അഭിപ്രായം മാർക്കേസിന് മലയാളി വായനക്കാരിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. അവസാന കാലത്ത് മാർക്കേസ് ക്യാൻസർ ബാധിതനായിട്ട് ചികിത്സയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി കോഴിക്കോട് അളകാപുരി ഹോട്ടലിൽ വെച്ച് ഒരു പ്രാർത്ഥനാ യോഗം വരെ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റൊരു വിദേശ സാഹിത്യകാരനും മലയാളികളിൽ നിന്ന് ഇത്രയധികം ആദരവ് കിട്ടിക്കാണില്ല. ഒരു തവണ പോലും അദ്ദേഹം കേരളം സന്ദർശിച്ചിട്ട് പോലും ഇല്ല എന്ന കാര്യം കൂടി ആലോചിക്കണം. എന്നിട്ടും മലയാളി വായനക്കാർക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു സാഹിത്യകാരനായിരുന്നു ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്. മാർക്കേസിന് വളരെ വ്യത്യസ്തമായൊരു ബന്ധമായിരുന്നു ഇന്ത്യയുമായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് സൂസന്ന കാറ്റോ എന്ന പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമായിട്ടുള്ള സ്ത്രീയിൽ വിവാഹേതര ബന്ധത്തിൽ ഒരു കുഞ്ഞുകൂടി ജനിച്ചിട്ടുണ്ട്. പേര് ഇന്ദിര കാറ്റോ. സൂസന്ന കാറ്റോ മാർക്കേസിന്റെ 2 തിരക്കഥാ രചനകളിൽ പങ്കാളിയായിരുന്നു. ഒരു ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരന് സാധാരണ രീതിയിൽ ഒരു കാരണവശാലും മനസ്സിൽ വരാൻ സാധ്യതയില്ലാത്ത ഒരു പേരാണ് ഇന്ദിര. ആ പേര് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ ആദ്യം ഓർമ്മ വരിക ഇന്ദിരാഗാന്ധിയുടെ മുഖമാകും. അതെ, ഇന്ദിരാഗാന്ധിയോടുള്ള ബഹുമാനാർത്ഥം തന്നെയാണ് മാർക്കേസ് അങ്ങനെ ഒരു പേര് തൻ്റെ മകൾക്ക് നൽകിയത്. മാർക്കേസിന്റെ സൃഷ്ടികളുടെ ഒരു വായനക്കാരിയായിരുന്നു ഇന്ദിരാഗാന്ധിയും. 100 Years of Solitude ഇറങ്ങിയ കാലമാണ്. ആ നോവൽ പാതി വായിച്ചു തീർത്ത് അതിൻ്റെ കോപ്പിയും സദാ കയ്യിൽ വെച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി നടക്കുന്ന കാലമാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ ഒരു കോൺഫറൻസിൽ വെച്ച് ഫിഡൽ കാസ്ട്രോയോട് തൻ്റെ ഒരു ആഗ്രഹം അറിയിക്കുന്നു. അടുത്ത വർഷം, അതായത് 1983 ഇന്ത്യയിൽ വെച്ച് നടക്കാനിരുന്ന ചേരിചേര സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കാസ്ട്രോ വരുമ്പോൾ കൂടെ മാർക്കേസിനെയും കൂട്ടണം. കാസ്ട്രോയുടെ അടുത്ത സുഹൃത്തായിരുന്നു മാർക്കേസ്. കാസ്ട്രോയുടെ ജീവനെടുക്കാൻ അമേരിക്ക ഉൾപ്പെടെ കാത്തിരിക്കുന്ന കാലമാണ്. സ്വന്തം ഭാര്യയ്ക്ക് പോലും സമാധാനത്തോടു കൂടി കാസ്ട്രോയുടെ കൂടെ സഞ്ചരിക്കാൻ അന്ന് സാധിക്കില്ലായിരുന്നു. എന്നാൽ ഒരാൾക്ക് മാത്രം കാസ്ട്രോയുടെ കൂടെ സഞ്ചരിക്കാൻ ഒരു ഭയവുമില്ലായിരുന്നു, മാർക്കേസിന്. മാർക്കേസിനെ അപായപ്പെടുത്താൻ ആരും ആഗ്രഹിച്ചിരുന്നില്ല എന്നത് തന്നെയായിരുന്നു കാരണം. അങ്ങനെ 83 ചേരിചേര സമ്മേളനം ദില്ലിയിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ കാസ്ട്രോ വന്നെത്തിയത് മാർക്കേസിനൊപ്പമായിരുന്നു. ആ സമയം മാർക്കേസിന് നോബൽ സമ്മാനം കിട്ടിയിട്ട് അധിക നാളായിട്ടില്ല. കാസ്ട്രോയ്ക്കൊപ്പം ദില്ലിയിൽ വിമാനമിറങ്ങിയ മാർക്കേസ് പ്രോട്ടോകോൾ നടപടികൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കാസ്ട്രോ അന്ന് രാഷ്ട്രത്തലവനാണല്ലോ. കാസ്ട്രോയുടെ ഔദ്യോഗിക സ്വീകരണം കഴിഞ്ഞിട്ടും പുറത്തു വരാതിരുന്ന മാർക്കേസിനെ ഒടുവിൽ ഇന്ദിരാഗാന്ധി വിമാനത്തിനുള്ളിലേക്ക് കയറി ചെന്ന് സ്വീകരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും മാർക്കേസ് എന്ന എഴുത്തുകാരനോട് എത്രമാത്രം ബഹുമാനം ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നുവെന്ന് ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് നമുക്കറിയാനാകും. അന്നത്തെ മാർക്കേസിന്റെ വരവ് ഇന്ത്യയിൽ അധികമാരും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് അദ്ദേഹത്തിന് ദില്ലിയിലൂടെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനും ഇവിടുത്തെ ജനജീവിതം അടുത്തറിയാനുമൊക്കെ കഴിയുന്നുണ്ട്. ഇന്ത്യയിൽ മാർക്കേസിനെ അത്ഭുതപ്പെടുത്തിയ ഏക വ്യക്തിത്വം ഇന്ദിരാഗാന്ധിയുടേതായിരുന്നു. ഇത്രയ്ക്ക് കരുത്തയായിട്ടുള്ള സ്ത്രീയെ താൻ കണ്ടിട്ടില്ല എന്ന അഭിപ്രായം അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ന് കാസ്ട്രോയ്ക്കൊപ്പം വന്ന് തിരിച്ചു പോകാൻ നേരത്ത് അടുത്ത വരവിൽ കുറച്ചധിക ദിവസം ഇന്ത്യയിൽ താമസിക്കാൻ ഇന്ദിരാഗാന്ധി മാർക്കേസിനെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത വർഷം 1984 ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നു. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തയായ സ്ത്രീയുടെ മരണം മാർക്കേസിനെ വിഷമത്തിലാക്കുന്നു. അദ്ദേഹം പിന്നീട് ഒരു തീരുമാനമെടുക്കുന്നു, ഇനി ഒരിക്കലും ഞാൻ ഇന്ത്യയിലേക്ക് വരില്ല. ആ തീരുമാനം അദ്ദേഹം തൻ്റെ അവസാന നാൾ വരെ പാലിക്കുകയും ചെയ്തു. 1990കളിലാണ് മാർക്കേസിന് സൂസന്നയിൽ ഒരു മകൾ ജനിക്കുന്നത്.
ജനിച്ചത് ഒരു പെൺകുഞ്ഞായതുകൊണ്ട് തന്നെ കുഞ്ഞിനെന്തു പേരിടണമെന്ന് മാർക്കേസിന് ചിന്തിക്കേണ്ടി വന്നിട്ടേ ഉണ്ടാവില്ല. താൻ കണ്ട ഏറ്റവും കരുത്തയായ വനിതയുടെ പേര് തന്നെ അന്ന് മാർക്കേസ് മകൾക്ക് കൊടുക്കുന്നു, ഇന്ദിര കാറ്റോ. മാർക്കേസിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ മെർസേഴ്സ് ബാർച്ചയുടെയും മരണശേഷം മാത്രമാണ് ഇങ്ങനൊരു മകളുണ്ടെന്ന കാര്യം പോലും ലോകം അറിയുന്നത്. ഈ ഇന്ദിര കാറ്റോ ഇന്ന് അറിയപ്പെടുന്ന ഒരു ഡോക്യുമെന്ററി നിർമ്മാതാവാണ്. 1999 മാർക്കേസിന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ അലട്ടാൻ തുടങ്ങി. പരിശോധനയ്ക്കായിട്ട് ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും മാർക്കേസിനെ പരിശോധിച്ച ഡോക്ടർക്ക് അന്നൊരു പിഴവ് പറ്റുന്നു. ലിംഫാറ്റിക് ക്യാൻസർ ആയിരുന്ന മാർക്കേസിന് പക്ഷേ വെറും ന്യൂമോണിയ ആണ് എന്നായിരുന്നു ഡോക്ടർമാർ അന്ന് പറഞ്ഞത്. എന്നാൽ പിന്നീട് വീണ്ടും നടത്തിയ വിശദമായ പരിശോധനകളിലൂടെ ഡോക്ടർമാർക്ക് ക്യാൻസർ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നു. ലോസ് ഏഞ്ചൽസിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന മാർക്കേസ് കീമോതെറാപ്പിയിലൂടെ തൻ്റെ അസുഖത്തെ നിയന്ത്രണത്തിലാക്കുന്നു. എന്നാൽ അവിചാരിതമായിട്ട് വന്ന ആ അസുഖം ആ സാഹിത്യകാരന് വലിയൊരു തിരിച്ചറിവാണ് അന്ന് കൊടുക്കുന്നത്. മരണം തൻ്റെ പടിവാതിക്കൽ എത്തി എന്ന തോന്നൽ അന്ന് മാർക്കേസിന് ഉണ്ടാവുന്നു. ഒട്ടും കാത്തു നിൽക്കാതെ അദ്ദേഹം തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ രചിക്കുന്ന തിരക്കിൽ മുഴുകുന്നു. അങ്ങനെ എഴുത്ത് ആരംഭിച്ചതോടെ പൂർണ്ണമായിട്ടുള്ള ഏകാന്തതയിലേക്ക് മാർക്കേസ് ഉൾവലിയുന്നു. തൻ്റെ എല്ലാ യാത്രകളും അവസാനിപ്പിക്കുന്ന അദ്ദേഹം സുഹൃത്തുക്കളിൽ നിന്ന് പോലും അന്ന് അകന്നു നിൽക്കുന്നുണ്ട്. സ്വന്തം വീട്ടിലെ ടെലിഫോൺ കണക്ഷൻ പോലും അദ്ദേഹം അന്ന് വിച്ഛേദിക്കുന്നു. രാത്രി പകൽ എന്നില്ലാതെ മുറിയിൽ അടച്ചിരുന്ന് അദ്ദേഹം എഴുതാൻ തുടങ്ങി. അങ്ങനെ 3 വർഷത്തിന് ശേഷം 2002 തൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ 1ാമത്തെ വാല്യം മാർക്കേസ് പ്രസിദ്ധീകരിക്കുന്നു. ലിവിങ് ടു ടെൽ ദ ടെയിൽ എന്നാണ് മാർക്കേസ് തൻ്റെ ആദ്യ വാല്യത്തിന് പേരിടുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് പതിയെ മാർക്കേസിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുന്നു. ഓർമ്മക്കുറവും അദ്ദേഹത്തെ അലട്ടുന്നു. 2008 മെയ് മാസം മാർക്കേസ് തൻ്റെ അവസാനത്തെ നോവൽ എഴുതി തീർത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ പബ്ലിഷർ ലോകത്തെ അറിയിക്കുന്നു. പക്ഷെ ആ നോവൽ അപ്പോൾ പുറത്തു വരുന്നില്ല. അതേ വർഷം ഡിസംബറിൽ തൻ്റെ ആരാധകരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന മാർക്കേസ് ഇനി ഒരിക്കലും തനിക്ക് എഴുതാൻ സാധിക്കില്ല എന്നും അവരെ അറിയിക്കുന്നു. 2012 സ്ഥിതി വീണ്ടും മോശമാകുന്നു. മാർക്കേസിന് ഡിമെൻഷ്യ അഥവാ സ്മൃതിനാശം സ്ഥിരീകരിക്കപ്പെട്ടതായി സഹോദരൻ ജെയ്മി ലോകത്തെ അറിയിക്കുന്നു. 2014 ഏപ്രിൽ മാസം മാർക്കേസിന്റെ ആരോഗ്യസ്ഥിതി മോശമായതോടെ മെക്സിക്കോ സിറ്റിയിലെ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നു. ആദ്യഘട്ടത്തിൽ മരുന്നുകളോട് ശരീരം പ്രതികരിച്ചുവെങ്കിലും പിന്നീട് ശ്വാസകോശത്തിൽ ന്യൂമോണിയ സ്ഥിരീകരിക്കുന്നു. ആ വൃദ്ധശരീരം ഈ രോഗങ്ങളോടൊക്കെ പൊരുതിയെങ്കിലും 2017 ഏപ്രിൽ 17 തൻ്റെ 87ാമത്തെ വയസ്സിൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എന്ന എഴുത്തുകാരൻ ഈ ലോകത്തോട് തന്നെ വിട പറയുന്നു. ഒരു പെസഹ വ്യാഴത്തിനാണ് അദ്ദേഹം നമ്മെ വിട്ടുപോകുന്നത്. തൻ്റെ കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവളെന്ന് പലപ്പോഴായിട്ട് മാർക്കേസ് തന്നെ പറഞ്ഞിട്ടുള്ള 100 Years of Solitudeലെ ഉർസുല ആ നോവലിൽ മരണപ്പെട്ട അതേ ദിവസം. കാലം അദ്ദേഹത്തിനായിട്ട് ഒരുക്കി വെച്ച ഒരു വിടവാങ്ങൽ. മരണശേഷം മാർക്കേസിന്റെ ഇച്ഛയ്ക്ക് വിപരീതമായിട്ട് അദ്ദേഹം രചിച്ച അവസാനത്തെ നോവലായിട്ടുള്ള അൺടിൽ ഓഗസ്റ്റ് അദ്ദേഹത്തിന്റെ 97ാം ജന്മദിനത്തിൽ അച്ചടിച്ചു വരുന്നു. സമ്മിശ്ര പ്രതികരണം മാത്രമാണ് ഈ നോവലിന് വായനക്കാരിൽ നിന്ന് പിന്നീട് കിട്ടിയത്. ഐ എം നോട്ട് ഹിയർ ടു ഗിവ് എ സ്പീച്ച് എന്ന പേരിൽ മാർക്കേസിന്റെ 21 പ്രസംഗങ്ങളുടെ ഒരു സമാഹാരമുണ്ട്. മാർക്കേസിന്റെ പറക്കൽ പേടി പോലെ തന്നെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്റെ സഭാകമ്പവും. 17ാം വയസ്സിൽ സീനിയർ വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് സമ്മേളനത്തിൽ നടത്തിയ ആദ്യ പ്രസംഗം മാർക്കേസ് തുടങ്ങുന്ന വാക്കുകളാണ് ഈ പുസ്തകത്തിന്റെ ശീർഷകം. പുസ്തകത്തിലെ അവസാനത്തെ പ്രസംഗം ഏകാന്തതയുടെ 100 വർഷങ്ങളുടെ 10 ലക്ഷം കോപ്പിയുള്ള ഒരു പ്രത്യേക പതിപ്പ് പുറത്തിറക്കിയ ചടങ്ങിൽ വെച്ച് ചെയ്തതാണ്. അന്നേക്ക് മാർക്കേസിന് 80 വയസ്സും ഏകാന്തതയ്ക്ക് 40 ആണ്ടും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ആ പ്രസംഗത്തിൽ മാർക്കേസ് വിനയാന്വിതനാകുന്നത് ഇങ്ങനെയാണ്: ഏകാന്തതയുടെ 100 വർഷങ്ങൾ എഴുതുമ്പോൾ എൻ്റെ വന്യ സ്വപ്നങ്ങളിൽ പോലും 10 ലക്ഷം കോപ്പികളുള്ള ഒരു പതിപ്പ് കടന്നു വന്നിട്ടേയില്ല. മുറിയുടെ ഏകാന്തതയിൽ സ്പാനിഷ് അക്ഷരമാലയിലെ 28 അക്ഷരങ്ങളും 2 വിരലുകളും മാത്രം ആയുധമാക്കി എഴുതിയ ഒന്ന് 10 ലക്ഷം ആളുകൾ വായിക്കാൻ തീരുമാനിക്കുക എന്നത് ഭ്രാന്തല്ലാതെ മറ്റെന്താണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എഴുതിയത് എന്തും വായിച്ചു കൂട്ടുക എന്ന നമ്മളിൽ ചിലരുടെ ദുശ്ശീലം ഒരു ഭ്രാന്താണോ എന്ന ചോദ്യത്തിന് മാങ്ങാട് രത്നാകരൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ മാർക്കേസ് ജീവിതം എന്ന പുസ്തകത്തിൽ മറുപടി പറയുന്നുണ്ട്. ആ വരികളിൽ നമുക്ക് നിർത്താം. അല്ല, മാർക്കേസിനെ വായിക്കുക എന്നത് ഭ്രാന്തല്ല. ഈ ലോകത്ത് നമ്മുടെ കാലത്ത് ജീവിക്കുക എന്ന സകലമാന വിധാനത്തിലുമുള്ള ഭ്രാന്തിന് സിദ്ധ ഔഷധമാണ് മാർക്കേസിൻ്റെ വാങ്മയങ്ങൾ. അതുകൊണ്ടാകാം ഇത്രയേറെ പേർ ഭാഷയുടെ അതിർവരമ്പുകളൊക്കെ മായ്ച്ച് മാർക്കേസിനെ ഇന്നും വായിക്കുന്നത്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.